ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ നമുക്ക് നല്ല അടിപൊളി നല്ല ചിപ്പിക്കൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് ഒരു 200 ഗ്രാം നെയ്ഫ് മേടിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിന് മുൻപ് പല രീതിയിൽ കൂൺ വെച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇന്നത്താണ് കേട്ടോ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൂണിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒരുപക്ഷെ നമ്മളെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ. അതായത് മസാല അതുപോലെ തന്നെ മുളക് പൊടി അങ്ങനെ ഐറ്റംസ് ഒന്നും ചെയ്യില്ല. കുറച്ച് ഉള്ളിയും പച്ചമുളകും കുറച്ച് കേട്ടോ, എല്ലാം കുറച്ച് പച്ചമുളകും ലേശം മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതായത് കറക്റ്റ് ആ ഒരു കൂണിൻ്റെ ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണോ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്, ആ ടേസ്റ്റിൽ നമ്മളിത് ഇന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നല്ലപോലെ ഒന്ന് കായനൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഇത് ഇതുപോലെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അത് മുറിച്ചിടുകയാണേ. അപ്പോൾ എത്രത്തോളം നമ്മൾ കട്ടി കുറച്ച് മുറിച്ചിടുമോ അത്രത്തോളം ആ കണക്കിന് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിന് ശേഷം എടുത്തിട്ടുള്ളത് വെറും നമ്മൾ കുഞ്ഞുള്ളിയാണ് കേട്ടോ, അതായത് ചെറിയ ഉള്ളി. അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മളിതിന് മുൻപ് എന്താ പറയുക കൂൺ തോരനും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചേർക്കുന്ന മസാലകളുടെ ഒരു ടേസ്റ്റ് കൂടെ നമുക്കിതിൽ കിട്ടും. പക്ഷേ ഇതേ സമയമാണല്ലേ നമ്മളിത് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറക്റ്റ് ആ ഒരു കൂണിന് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കൂട്ടർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമ്മൾ കുഞ്ഞുമക്കൾക്കാണല്ലോ നമ്മൾ കൂടുതലൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എരിവൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ശരി, അപ്പോൾ അങ്ങനെ നമ്മളത് 2 പച്ചമുളകും അതുപോലെ കുറച്ച് കുഞ്ഞുള്ളിയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു ഒന്ന് റെഡിയാക്കി എടുത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് നമ്മൾ പുറത്തെ അടുപ്പിലല്ല കേട്ടോ. ഈ ഇന്നത്തെ കുക്കിങ് നമ്മൾ സ്റ്റവ് അടുപ്പിൽ തന്നെയാണ് കേട്ടോ, ഗ്യാസ് അടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇത് ചീനച്ചട്ടിയൊക്കെ എടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എണ്ണ ഒഴിച്ചു. അതിലിത് നമ്മളിത് കടു ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കടു നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കടു പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകുമാണ് നമുക്കിതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് കടുവൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ അങ്ങനത്തെ കടു പൊട്ടി സെറ്റായി വന്നതിന് ശേഷം നമ്മളിതേ ഉള്ളിയും ഈ പറഞ്ഞ പോലെ കട്ടി വെച്ചിരിക്കുന്ന മുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഉള്ളി കട്ടാകാൻ വിട്ടു കേട്ടോ, അതങ്ങനെ അത് കിടപ്പുണ്ടേ. അത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ശരി, അപ്പോൾ ഇത് നല്ലതുപോലെ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളെ കൂൺ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഉള്ളി ഇതുപോലെ കാണാൻ കേട്ടോ ഇപ്പോഴേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല വെന്തിട്ടുണ്ട്, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്നതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോരി കാണിച്ചു തരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇത് വേവിക്കുന്ന സമയം നമ്മൾ തീ വളരെ കുറച്ചിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അടുത്ത് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ രാത്രിയുള്ള അത്താഴം കഴിപ്പാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിനുള്ള ഒഴിച്ച് കറി, ഇത് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അതായത് പപ്പടം ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ്. പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ ഉണ്ട്, നല്ല അടിപൊളി ഒരു മെഴുക്ക് പുരട്ടിയുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ടാണ് നമ്മളെ ഈ കൂൺ കേട്ടോ മെഴുക്ക് പുരട്ടിയുടെ സെറ്റാക്കിയത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കേട്ടോ വീഡിയോയിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യാത്ത കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ച് തുടങ്ങാം കേട്ടോ. എന്തായാലും ഞാനൊന്ന് കഴിക്കട്ടെ.
അടിപൊളിയാണ് കേട്ടോ. കാര്യം ഞാൻ വൈകിട്ടത്തെ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ പുറത്ത് രാത്രിയായി, അപ്പോൾ പുറത്തിരുന്ന് കഴിക്കുകയാണ്. ഞാനതേ കൂണും അതുപോലെ നമ്മൾ ചോറും മാത്രം രണ്ടും കൂടെ മാത്രം ഒന്ന് മിക്സായി എടുത്താണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ കൂടുതലുണ്ടെങ്കിൽ 200 ഗ്രാം ഒന്നും കൊണ്ട് തികയത്തില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി വേണ്ടി വരും. അപ്പോൾ ചങ്കകളെ നമ്മളെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്ത ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക. അതുപോലെ ഈ കൂണിൻ്റെയും വെറൈറ്റി ഒരുപാട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചങ്കകളെ, അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.